ഭഗവാനോട് ഒരു ചെറിയൊരു എന്താ പറയാ ദേഷ്യമുണ്ട്. എന്തെന്നറിയോ, അദ്ദേഹം അവസാനം കാണിച്ചത് അവസാനം നമ്മുടെ ദേവി അമ്മേനെ കൊണ്ടുപോയി കളഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. അവിടെ അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് വീണില്ലേ എന്നൊരു സംശയം. കാര്യം എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ആണ്. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് അറിയില്ലേ അമ്മ അത്രയും നല്ലൊരു അമ്മയാണെന്നും കാട്ടില് അങ്ങനെ ജീവിച്ച ഒരു അമ്മയാണെന്നും. ഉത്തരരാമായണം പഠിച്ചാൽ ഇതിനുള്ള ഉത്തരം കിട്ടും. അത് ഉത്തരരാമായണത്തിന്റെ തുടക്കത്തിലാണ് നാം പണ്ട് മുതലൊക്കെ കേൾക്കാറുള്ളത്. ഒരു അലക്കകാരിയുടെ അപവാദം കേട്ടിട്ടാണ് ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ ത്യജിച്ചത് എന്നാണ്. അത് കമ്പരാമായണത്തിലെ കഥയാണ്. അധ്യാത്മരാമായണത്തിലോ വാൽമീകി രാമായണത്തിലോ ഇങ്ങനെയൊരു സന്ദർഭമില്ല. ഉത്തരരാമായണ 3-ാം അധ്യായത്തിന്റെ തുടക്കത്തില് ഭഗവാൻ സീതാദേവിയോട് ചോദിക്കുന്നുണ്ട്, വല്ലഭേ നിനക്ക് എന്താണ് ആവശ്യം? എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ സാധൂകരിച്ചു തരുന്നതാണ്. നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. അത് ദുർലഭമാണെങ്കിലും കിട്ടാത്തതാണെങ്കിലും ഞാൻ നൽകാം എന്ന് പറഞ്ഞപ്പോ സീതാദേവി പറഞ്ഞു, പണ്ട് നാം വനവാസ കാലഘട്ടത്തിൽ ധാരാളം ഋഷിവര്യന്മാരുമായിട്ട് സംവദിച്ചിരുന്നുവല്ലോ. അത്തരമൊരു സന്ദർഭമാണ് താൻ ആഗ്രഹിക്കുന്നത്. ഋഷിവര്യന്മാരുമായിട്ട് താമസിക്കാനാണ് തന്റെ ആഗ്രഹം. ഒരു നാളെങ്കിലും ചുരുങ്ങിയത് തനിക്ക് അത്തരത്തിലുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണമെന്ന് സീതാദേവി അപേക്ഷിച്ചു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, നാളെ തന്നെ ലക്ഷ്മണനെ തുണയാക്കിക്കൊണ്ട് നിന്നെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാമെന്ന്. അപ്പോൾ സീതാദേവിക്ക് സന്തോഷമായി. അന്ന് രാത്രിയാണ് ഭഗവാന്റെ 8 ചാരന്മാർ ഭഗവാനെ കാണാൻ വരുന്നത്. ഭദ്രൻ, കാലകൻ, മധുദത്തൻ, പിംഗലൻ, സുരാജി, മാഗധൻ മുതലായവരാണ് ഭഗവാന്റെ ആ 8 ചാരന്മാരിൽ പെടുന്നത്. ഭഗവാൻ പറഞ്ഞു, തന്നെ കുറിച്ച് അങ്ങനെ അങ്ങ് പുഴത്തേണ്ട. തന്നെ ഇകഴ്ത്തി പറയുന്നവരുടെ കാര്യവും തന്റെ മോശമായ കാര്യങ്ങളും തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും പറയണമെന്ന് പറഞ്ഞപ്പോ ഭദ്രൻ എന്ന ചാരൻ പറഞ്ഞു, അങ്ങ് സേതു നിർമ്മിച്ചതും രാക്ഷസന്മാരെ നശിപ്പിച്ചതും രാവണനെ വധിച്ചതും ഒക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ സീതാദേവിയെ സ്വീകരിച്ചതിൽ നാട്ടുകാർക്ക് വല്ലായ്മയുണ്ട് എന്ന്. അതായത് സപിതാവ് എന്നാണ് അറിയപ്പെടുക ഒരു രാജാവ്. അതായത് നല്ല പിതാവായിരിക്കണം. പ്രജകളെ തന്റെ മക്കളെ പോലെ നോക്കുന്നവനാണ് യഥാർത്ഥ ഭരണാധികാരി. അങ്ങനെയെങ്കിൽ ആ ഭരണാധികാരി ചിന്തിക്കേണ്ടത് പ്രജകൾക്ക് നല്ല ക്ഷേമം വരാനാണ്. കാരണം രാജാവ് അത്രയ്ക്ക് ത്യാഗ മനോബുദ്ധിയോടുകൂടി വർദ്ധിക്കേണ്ടവനാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ഭഗവാൻ അനുസരിക്കുന്നുമുണ്ട്. ഇതൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാകും, ആർക്കായാലും ഭൂമിയിൽ അവതാരമെടുത്താൽ സുഖവും ഉണ്ടാകും ദുഃഖവും ഉണ്ടാകും. അത് തീർച്ചയാണ്. ഇനി ഇതേ മനുഷ്യന്മാർക്ക് തന്നെ മരണവുമുണ്ട്. ജാതസ്യ ഹിതുർവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യത മൃതസ്യജ തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചനം അർഹസി എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. ജനിച്ചാൽ മരണമുണ്ട്, ദുഃഖിക്കേണ്ടതില്ല എന്ന്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സീതാദേവിക്ക് അവിടെ സീതാദേവി ഇകഴ്ത്തി പറയേണ്ടി വന്നത് അത് ധാർമ്മികമായി ചിന്തിച്ചാൽ അത് നല്ലതിനു വേണ്ടി തന്നെയാണ്. ഇനി ശ്രീരാമചന്ദ്രൻ സീതാദേവി അഗ്നിയിലേക്ക് പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വാക്കുകളാകുന്ന അഗ്നിയിലേക്കാണ് സീതാദേവിയെ പ്രവേശിപ്പിച്ചത്. തുറവൂർ വിശ്വംഭരൻ മാഷ് തന്നെ പറയും, അദ്ദേഹമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. രാവിലെ മഹാഭാരത പര്യടനം ഭാരതദർശനം എന്ന രീതിയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. തുറവൂർ വിശ്വംഭരൻ സാറ് അമൃത ടിവിയിലെ തന്നെ രാവിലെ 7:30ക്കുള്ള പരിപാടിയാണ്. ഞാൻ അച്ഛൻ 8 വർഷമായി ഇത് കാണുന്നു. അങ്ങനെയുള്ള ആ പരിപാടി കാണുമ്പോൾ അദ്ദേഹം ഒരു അവസരത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ ബ്രഹ്മദേവൻ, വായു, അഗ്നി മുതലായവർ എല്ലാവരുമുണ്ട്. ഭഗവാൻ സീതാദേവിയെ ഇപ്രകാരം ഒരു സംശയത്തിന്റെ മുന്നിൽ വെച്ചാൽ അവർക്കറിയാം എന്താണ് വാസ്തവമെന്ന്. അവർ പറയും സീതാദേവി പരിശുദ്ധയാണ് എന്ന്. അപ്പോൾ സീതാദേവിയെ ശ്രീരാമചന്ദ്രൻ പ്രവേശിപ്പിച്ചത് വാക്കുകളാകുന്ന അഗ്നിയിലേക്കാണ് എന്ന് നാം കാണുന്നുണ്ട്. അപ്പൊ ഇനി ഞാൻ അത് പഠിച്ചു. ഞാൻ തന്നെ പറഞ്ഞു സീതാദേവിയെ പരിത്യജിച്ചു. സത്യം പറഞ്ഞാൽ സീതാദേവിയും ശ്രീരാമചന്ദ്രനും വേർപെടുന്നില്ല. കാരണം ബ്രഹ്മദേവൻ തന്നെ വന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സ്വർഗത്തിൽ വെച്ച് സീതാദേവി രസാതലത്തിലേക്ക് പോകും, തന്റെ നാഗലോകത്തേക്ക് പോവുകയാണ് തന്റെ അമ്മയോടൊപ്പം നാഗങ്ങൾ വഹിക്കുന്ന സിംഹാസനത്തിലിരുന്നു. പക്ഷേ ബ്രഹ്മദേവൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സ്വർഗത്തിൽ വെച്ച് സമാഗമമുണ്ട്, നിങ്ങൾ എവിടെയും വേർപിരിയുന്നില്ല എന്ന്. സീത എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിഷ്ണുവിനോട് ചേർന്നോളെന്നാണ്. അതായത് സീത എന്ന വാക്കിൽ 3 വർണ്ണങ്ങളുണ്ട്, സകാരം, തകാരം, ഈകാരം എന്നിവ. അതായത് വിഷ്ണു പ്രപഞ്ച ബീജം ചമായ ഈകാര ഉച്യത്തെ, സകാര സത്യം അമൃതം പ്രാപ്തി സോമശ്ച കീർത്തത്തെ, തകാര സ്ഥാര ലക്ഷ്മ്യാജ വൈരാജ പ്രസ്തര സ്മൃത എന്ന് ശീതോപനിഷത്തിൽ പറയും. അത് അതിൻ്റെ അകത്ത് പറയുന്നത് ഈകാരം എന്ന് പറയുന്നത് വിഷ്ണുമായയാണ്, വിഷ്ണുവിന്റെ മായയാണ് ഉദ്ദേശിക്കുന്നത്. സാകാരം എന്ന് പറയുന്നത് സത്യമാണ്, അമൃതമാണ്, ചന്ദ്രനാണ്. ഇനിയാണ് തകാരത്തെ കുറിച്ച് പറയുന്നത്, അത് ലക്ഷ്മിയാണ്. എപ്പോഴും ഐശ്വര്യം ഭഗവാന്റെ കൂടെയാണ് ഉണ്ടാവുക. അപ്പോൾ ഭഗവാനിൽ നിന്ന് ഒരിക്കലും സീതാദേവി വേർപിരിയുന്നില്ല. പിന്നെ കാനനത്തിൽ കൊണ്ട് ചെന്നാക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയും ഭഗവാനുണ്ട്. കാരണം സർവ്വചരാചരങ്ങളും ഭഗവാനുണ്ട് എന്ന് പറഞ്ഞു. വിരാട് പുരുഷന്റെ ഓരോ അംഗങ്ങളാണ് ഓരോ ലോകം. 14 ലോകങ്ങൾ എന്ന് സാധാരണഗതിയിൽ നാം പറയാറുണ്ട്. മുത്തശ്ശിമാരൊക്കെ പറയും 14 ലോകമെന്നും.
അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് 17, 14 ലോകം, ഈ 14 ലോകങ്ങളും ഭഗവാന്റെ ഓരോ അംഗങ്ങളാണ് എന്ന്. അത് കബന്ധസ്തുതിയിൽ നമുക്ക് കാണാം. ഇത് തന്നെ നാരായണീയത്തിൽ പറയും, ഏവം ചതുർദശ ജഗൻ മയതാം ഗതസ്യ പാതാളമീശത്തവ പാദതലം വദന്തി പാദോർധ്വദേശമവി ദേവരസാതലം തേ ഗുൽപദ്വയം ഗലു മഹാതലം അദ്ഭുതാത്മൻ ജംഗേ തലാതലമധോ സുതലം ജാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജംഗനം അംബരമംഗനാഭിർവക്ഷശ്ച ചക്ര നിലയസ്തവ ചക്രപാണി എന്ന് പറയും. അതായത് ഓരോ ഭഗവാന്റെ ഓരോ അംഗങ്ങളാണ് ഓരോ ലോകം. അപ്പോഴും ഭഗവാൻ കാനനത്തിലുണ്ട്. സീതാദേവിക്ക് അതെന്തായാലും ഒരു സംരക്ഷണമാണ്. അതുകൂടാതെ എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാനുണ്ട്. സീതാദേവിയുടെ ഉള്ളിലും ഭഗവാനുണ്ട്. അഹം ബ്രഹ്മാസ്മി എന്ന് ബൃഹദാരണ്യകോപനിഷത്തിൽ പറയാൻ കാരണവും ജീവാത്മാവും പരമാത്മാവും തമ്മിൽ നേരത്തെ പറഞ്ഞ ഇതേ ബന്ധം കൊണ്ട് തന്നെയാണ്. ശബരിമലയിൽ എഴുതി വെച്ചിട്ട് കാണാം തത്വമസി എന്ന്, ചാന്തോക്യോപനിഷത്തിലെ മഹാവാക്യാണത്. അതിന്റെ അർത്ഥം ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഇതേ ബന്ധമാണ്. മഹാഭാരത യുദ്ധത്തിൽ അർജുനന്റെ രഥം സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നയിച്ചു വന്ന് നാം കൊച്ചുകുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം എന്താണ്? ജീവാത്മാവാകുന്ന അർജുനന്റെ മനസ്സെന്ന രഥം ഭഗവാൻ നയിക്കുന്നു. നമ്മുടെയൊക്കെ മനസ്സിനെ നയിക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ അവിടെ ഒരു തെറ്റായ ചിന്ത ഉണ്ടാവില്ല, ഒരു തെറ്റായ പ്രശ്നം ഉണ്ടാവില്ല. അവിടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു തെറ്റായ വിഷലിപ്തമായ ചിന്ത കടന്നു വരുമ്പോൾ ഭഗവാൻ തന്നെ ഇല്ലാതാക്കും. ഒരു വിഷമം കടന്നു വരുമ്പോൾ ഭഗവാൻ തന്നെ ഇല്ലാതാക്കും. അപ്പോൾ സീതാദേവിയുടെ ഉള്ളിലെ മനസ്സിനെ നയിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അവിടെ ഉണ്ടാകുന്ന വിഷമത്തെ ഭഗവാൻ തന്നെ ഇല്ലാതാക്കും. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ഇവിടെ കാണാം. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം അറിഞ്ഞവന് ദുഃഖങ്ങളെക്കുറിച്ചുള്ള ആദ്യം ഉണ്ടാവില്ല. സീതാദേവി എപ്പോഴും ശ്രീരാമചന്ദ്രനെ അറിഞ്ഞവളാണ്. അപ്പോൾ സീതാദേവി എപ്പോഴും പരബ്രഹ്മ ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവളാണ്. ദ്വിതീയാത്വൈ ഭയം ഭവതി എന്ന് പറയും. എവിടെ 2 എന്ന ഭാവമുണ്ടോ അവിടെ ഭയമുണ്ട്. അപ്പോൾ സീതാദേവിയുടെ ഉള്ളിലുള്ളത് പരബ്രഹ്മ ചൈതന്യം, ഞാനും ഒന്ന് എന്ന ചിന്തയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഭയം ഒരിക്കലും ഉണ്ടാവില്ല. ഭയത്തിലൂടെയാണ് ദുഃഖം ഉണ്ടാകുന്നത്. നമ്മളൊക്കെ പറയും സീതാദേവിക്ക് ദുഃഖമല്ലേ? പക്ഷെ എവിടെയാണ് സീതാദേവിക്ക് ദുഃഖം? നമ്മുടെ കണ്ണിന്റെ പ്രശ്നമാണത്. നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ട് പണി എന്നാണ് ആരണ്യകാന്ഡം ലക്ഷ്മണോപദേശത്തിൽ എഴുത്തച്ഛൻ പറയുന്നത്. നേത്രമുണ്ടായാൽ പോരാ, കാണുന്നതിനുണ്ട് പണി. നമുക്കൊക്കെ ഭൗതികമായ കാഴ്ചയുണ്ട്, ശരി തന്നെ, പക്ഷെ ആധ്യാത്മികമായ കാഴ്ചയില്ല. അതുണ്ടെങ്കിൽ നാം മനസ്സിലാക്കും എന്റെ ഉള്ളിലുള്ള ആത്മാവും സീതാദേവിയുടെ ഉള്ളിലുള്ള ആത്മാവും ഒന്ന് തന്നെ. അത് വ്യത്യസ്തങ്ങളാണ് എന്ന് തോന്നുമ്പോഴാണ് സീതാദേവിക്ക് ദുഃഖമുണ്ട്, എനിക്ക് ദുഃഖമുണ്ട്, എന്റെ ചുറ്റുള്ളവർക്ക് നല്ലത് മാത്രം, എനിക്കെന്താ ദുഃഖം എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. പക്ഷെ ഒരർത്ഥത്തിൽ എല്ലാ ആത്മാവും ഒന്ന് തന്നെയല്ലേ? പരബ്രഹ്മ ചൈതന്യത്തിന്റെ വ്യത്യസ്തങ്ങളായ ഓരോ അംശം എന്ന് പറയുമ്പോൾ അതിൽ വ്യത്യാസമില്ലല്ലോ. എല്ലാവരുടെ ഉള്ളിലുള്ള ആത്മാവ് ഒന്ന് തന്നെ. അതുകൊണ്ടാണ് നമ്മുടെ ബ്രഹ്മബിന്ദു ഉപനിഷത്ത് പറയും, ഏക ഏവഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകദാ ബഹുദാശൈവ ദൃശ്യതേ ജലചന്ദ്രവത് എന്ന്. അതായത് നമ്മുടെ എല്ലാവരുടെയും ഉള്ള ആത്മാവ് ഒന്ന് തന്നെ. പക്ഷെ ഇത് വ്യത്യസ്തങ്ങളാണെന്ന് തോന്നുന്നതിന് കാരണം ഭ്രമമാണ്. ഇതിനെ എന്തുകൊണ്ടാണ് ഉപമിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തൊറ്റൊരു ചന്ദ്രനേ ഉള്ളൂ. ഇവിടെ തിരുവനന്തപുരത്ത് ഒരു ചന്ദ്രൻ, കണ്ണൂർ ഒരു ചന്ദ്രൻ, തൃശ്ശൂർ ഒരു ചന്ദ്രൻ, അങ്ങനെ വ്യത്യസ്ത ചന്ദ്രന്മാരില്ല. പക്ഷെ ഒരു കൊച്ചുകുട്ടിയുടെ മുന്നിൽ നല്ല നിലാവുള്ള രാത്രിയിൽ 10 ഗ്ലാസുകൾ വെച്ച് കഴിഞ്ഞാൽ കൊച്ചുകുട്ടി പറയും, ദാ അമ്മേ ഈ ഗ്ലാസ്സിലൊരു ചന്ദ്രൻ. പിന്നെ പറയും, ദാ 2ാമത്തെ ഗ്ലാസ്സിൽ 2ാമത്തെ ചന്ദ്രൻ, ദാ 3ാമത്തെ ഗ്ലാസ്സിൽ 3ാമത്തെ ചന്ദ്രൻ. അങ്ങനെ കൊച്ചുകുട്ടിയുടെ മുന്നിൽ 10 ഗ്ലാസ് ഉണ്ടെങ്കിൽ അവന്റെ വിചാരം 10 ചന്ദ്രന്മാരുണ്ട് എന്നാണ്. അതാണ് ആത്മാവ് വ്യത്യസ്തങ്ങളാണ് എന്ന് തോന്നുന്നതിൽ നമ്മുടെ പ്രശ്നം. ഇത് മനസ്സിലാക്കിയവന്, പരബ്രഹ്മത്തെ അറിഞ്ഞവന് ഒരു ദുഃഖവും ദുഃഖമായി തോന്നില്ല. സീതാദേവിക്ക് ദുഃഖമുണ്ട് എന്ന് നമുക്ക് തോന്നില്ല. അതുകൊണ്ടാണ് സാധാരണക്കാരനും വേദപുരാണങ്ങൾ പഠിച്ച പണ്ഡിതനും ഒരുപോലെ മനസ്സിലാക്കാവുന്നതാണ് രാമായണമെന്ന് വാൽമീകി തന്നെ പറയുന്നത്. പക്ഷേ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ, അതായത് ആ വരിയിൽ പറയുന്ന അർത്ഥം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയില്ല. കാരണം ഇതൊരു അനുഗ്രഹത്തിലൂടെ വാൽമീകി മുനിക്ക് ബ്രഹ്മദേവൻ നൽകുന്ന വരത്തിലൂടെയാണ് നമ്മോട് പറയുന്നത്. യാവത് രാമസ്യ ജഗതാതുത്കൃത പ്രചരിഷ്യതി താവത് ഊർധ്വമധമശ്ച ത്വമല്ലോകേഷു നിവത്സ്യസി എന്നാണ് പറയുന്നത്. അതായത് ഞാൻ സൃഷ്ടിച്ച ഊർധ്വവും അധമവുമായ ലോകങ്ങളിലെല്ലാം അങ്ങ് വസിക്കും. എത്ര നാൾ വരെ എന്ന് പറയുമ്പോൾ അത് രാമായണം നിലനിൽക്കുന്നിടത്തോളം എന്നാണ് പറയുന്നത്. ഇതിനൊറ്റൊരർത്ഥമേ ഉള്ളൂ. വാൽമീകി മുനി എന്ന് പറയുന്നത് ഇവിടെ രാമായണത്തിൽ നിന്നുണ്ടാകുന്ന അറിവാണ്. ഊർധ്വവും അധമവും എന്ന് പറയുമ്പോൾ ഊർധ്വം എന്ന വാക്കിന് നാം ഉയർന്നത് എന്ന അർത്ഥമെടുക്കുമ്പോഴും മറ്റൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കണം. വേദങ്ങൾ പഠിച്ച, പുരാണങ്ങൾ പഠിച്ച പണ്ഡിതന്റെ മനസ്സ് എപ്പോഴും ഭഗവാനിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കും. അവന് ലൗകിക സുഖങ്ങളോ ലൗകിക ദുഃഖങ്ങളോ ഇല്ല, ലൗകികമായ പ്രശ്നങ്ങളില്ല. അപ്പോഴവന്റെ മനസ്സ് എപ്പോഴും ഉയർന്നതായിരിക്കും. അതാണ് ഊർധ്വം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അധമം എന്ന് സൂചിപ്പിക്കുന്നത് നമ്മളെപ്പോലെ ഒക്കെ തന്നെ കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിച്ച് ജീവിതത്തിൽ പല പ്രശ്നങ്ങളായിട്ട് നടക്കുന്ന പാമരന്റെ മനസ്സാണ്. അതെപ്പോഴും താഴ്ന്നിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഊർധ്വം അധമം എന്ന വാക്കിലൂടെ അർത്ഥമാക്കുന്നത്. 2 ലോകങ്ങളിലും വാൽമീകി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ
രാമായണത്തിൽ നിന്നുണ്ടാകുന്ന അറിവ്, രാമായണ പാരായണത്തിൽ നിന്നുണ്ടാകുന്ന അറിവ് വേദപുരാണങ്ങൾ പഠിച്ച പണ്ഡിതന്റെ മനസ്സിലും അതോടൊപ്പം തന്നെ സാധാരണക്കാരന്റെ മനസ്സിലും ഒരുപോലെ നിൽക്കുന്നതാണ്. വേദങ്ങൾ പഠിച്ച പണ്ഡിതനും സാധാരണക്കാരനും പാമരനും ഒരുപോലെ നോക്കിക്കാണാവുന്ന, ഒരുപോലെ പഠിക്കാൻ കഴിയുന്ന വേദാന്തർഗതമായ തത്വങ്ങളാണ് ഇവിടെ കാണുന്നത്. അതായത് മുക്തികോപനിഷത്ത് ഉപനിഷത്തിൽ പറയും, നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട് 108 ഉപനിഷത്തുണ്ട്. ആ ഉപനിഷത്ത് ഏതൊക്കെയാണ്, എങ്ങനെയാണത് പഠിക്കേണ്ടത്? ആദ്യം മാണ്ഡൂക്യോപനിഷത്ത് പഠിക്കണം. അതുകൊണ്ട് തൃപ്തി വരുന്നില്ലെങ്കിൽ ദശോപനിഷത്ത് പഠിക്കണം. എന്നിട്ട് 32 എണ്ണം പഠിക്കണം. അതും കഴിഞ്ഞാൽ മാത്രമേ 108 എണ്ണം പഠിക്കാവൂ എന്ന് ഹനുമാനോട് ഉപദേശിക്കുന്നുണ്ട്. അതിനൊക്കെ മുന്നോടിയായിട്ട് ശ്രീരാമചന്ദ്രൻ ഹനുമാനോട് പറയുന്നത് മുക്തികോപനിഷത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: വേദാന്തേ സുപ്രതിഷ്ഠോഹം വേദാന്തം സമുപാശ്രയ എന്ന്. വേദാന്തത്തിലാണ് ഞാൻ പ്രതിഷ്ഠിതനായിട്ടുള്ളത്, അതുകൊണ്ട് വേദാന്തത്തെ നീ മുക്തിക്കായി ആശ്രയിക്കുമെന്ന്. ഭഗവാൻ എന്ന് പറയുന്നത് ബ്രഹ്മതത്വമാണ്. നമ്മൾക്ക് തെറ്റായ തലത്തിൽ പലപ്പോഴും വ്യാഖ്യാനിക്കാറുണ്ട്, പക്ഷെ ഭഗവാൻ ബ്രഹ്മതത്വമാണ്. അതുകൊണ്ടാണ് കൃഷ്ണോപനിഷത്തിൽ പറയുന്നത്, കൃഷ്ണനെന്നും ബലരാമനെന്നും പറയുന്നത് വസുദേവരെന്ന വേദത്തിൽ ജനിച്ച ബ്രഹ്മതത്വങ്ങളാണ്. വേദത്തിന്റെ അറ്റത്തിലുണ്ടാകുന്ന ആ ബ്രഹ്മതത്വങ്ങളെയാണ് നാം കൃഷ്ണനെന്നും ബലരാമനെന്നും പറയുന്നത്. അപ്പോൾ ഭഗവാൻ വേദാന്തത്തിൽ പ്രതിഷ്ഠിതനാണ്. അതേ വേദാന്ത തത്വങ്ങളാണ് രാമായണത്തിൽ കാണുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ പാമരനും അതോടൊപ്പം തന്നെ പണ്ഡിതനും ഒരുപോലെ വ്യാഖ്യാനിക്കാം, ഒരുപോലെ പഠിക്കാം, ഒരുപോലെ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് രാമായണം കാലാതീതമായി നിലനിൽക്കുന്നത്. ഈ 21ാം നൂറ്റാണ്ടില് ഈ ഉന്നതമായ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈ ലോകത്ത് ആൻറ്റിയും ഞങ്ങളുമൊക്കെ ഇവിടെ ഇരുന്ന് രാമായണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, ശ്രേഷ്ഠഭാരതം എന്ന പരിപാടി രാമായണത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, രാമായണത്തെക്കുറിച്ച് എൻഡിയെ പോലുള്ളവർ ഇന്നും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് രാമായണത്തിന്റെ കാലാതീതമായ നിലനിൽപ്പാണ്. അതുകൊണ്ടാണ് വാൽമീകി മുനി പറയുന്നത്, യാവത് സ്ഥാസ്യന്തി ഗിരിയ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥാലോകേഷു പ്രചരിഷ്യത്തി എന്ന്. സരിത്തുക്കളും സാഗരങ്ങളും ഉന്നതങ്ങളായ ഗിരിനിരകളും ഉള്ളിടത്തോളം കാലം രാമായണ കഥയും നിലനിൽക്കും. രാമായണ കഥ നിലനിൽക്കുന്നിടത്തോളം കാലം ഭക്തനും ഉണ്ടാകും, ഭക്തിയും ഉണ്ടാകും. ഇത് മൂന്നും ഉള്ളിടത്തോളം കാലം ആനീസ് കിച്ചൺ പോലുള്ള പരിപാടികൾ, ശ്രേഷ്ഠ ഭാരതം പോലുള്ള പരിപാടികളിൽ എൻഡിയെ പോലുള്ള